വിചാരിക്കും ഞാൻ കരഞ്ഞാൽ ഡീസന്റ് പോയി പോയില്ലേ, അതുകൊണ്ട് ആണുങ്ങൾ സങ്കടം വന്നാൽ വിഴുങ്ങും, നെഞ്ചു കെട്ടി ചത്തുപോകും. മദീന നിവാസികൾ എല്ലാവർക്കും ഭ്രാന്തളകുമ്പോഴാണ് ഒരു നാദമുണ്ടായത്. നബി തിരുമേനിയുടെ കറുത്ത വംശത്തിൽപ്പെട്ട കാപ്പിരിയായിരിക്കുന്ന ഒരു ശിഷ്യനുണ്ട്. അവന്റെ പേര് ബിലാൽ എന്നാണ്. ബിലാൽ അവിടെ പള്ളിയിൽ കയറിയിട്ട് നടത്തിയ ബാങ്ക് വിളി ചരിത്ര ബാങ്ക് വിളിയാണ്. ആ ബാങ്ക് അന്ന് മുതലാണ് ഈ സങ്കടകരമായ, എവിടെ പോയാലും ഉള്ളൊരു വളരെ ദയനീയമായ ഒരു ബാങ്ക് വിളിയില്ലേ, അവിടെയാണ് ആദ്യം ആ ബാങ്ക് വിളി. ആ ബാങ്ക് വിളി കേട്ടിട്ട് മദീന നിവാസികൾ മുഴുവൻ കരഞ്ഞു. പൊട്ടിക്കരഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവർക്കൊക്കെ മാനസിക രോഗം വരുമായിരുന്നു. ഇതിനെക്കുറിച്ചൊരു പാട്ടുണ്ട് മലയാള സിനിമയിൽ. കാലപ്പഴക്കത്താൽ മായ്ക്കാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കോലികൾ, ഖുറാന്റെ കുളിരിടും വാക്യങ്ങൾ എന്നുമേ കരളിലെ കറകൾ കഴുകിടുന്നു. 1000 കാതം അകലെയാണെങ്കിലും എന്ന പാട്ടിലെ വരിയാണ്. ആ വികാരങ്ങൾ പുറത്തേക്ക് പോണ്ടേ, സങ്കടങ്ങൾ വേണ്ടേ? അപ്പോ നിവൃതം അത് കേൾക്കുകയാണ്. ഉദിച്ചു വരുന്ന ആ ഗാനപ്രകാശത്തിൽ ഈ ലോകം ഉജ്ജ്വല ശോഭം. പക്ഷേ എനിക്കതുപോലെ പാടാൻ പറ്റുന്നില്ല. അലിയിക്കുന്നോ ശിലകളെ ഈശ്വരഗംഗാസരഭസഗമനം, പാടണമെന്നുണ്ടീ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ, പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നീലല്ലോ. പ്രാണനുറക്കെ കേണിയിടുന്നു പ്രഭോ അല്ലാഹു അക്ബർ. അത് തന്നെയാണത്. പ്രഭോ പരാജിത നിലയിൽ നിബദ്ധനിഹ ഞാൻ നിൻ ഗാനത്തിൻ നിരന്തമാകിയ വലയിൽ. അറ്റമില്ലാത്ത ആ സംഗീതത്തിന്റെ വലയിൽ, നാദപ്രപഞ്ചത്തിൽ ഞാനും ഒരു കണ്ണിയാണ്. അതിൽ മാത്രം ഞാൻ ആശ്വസിക്കുന്നു. നിന്റെ നാദത്തിൽ ഞാനും ഒരു കണ്ണിയാണ്. ചെവി കൊണ്ട് കേൾക്കുന്നു, ലോകത്തോട് ശബ്ദത്തിലൂടെ പ്രതികരിക്കുന്നു, കണ്ണിന്റെ പ്രകാശം ഏറ്റുവാങ്ങുന്നു, കണ്ണിന്റെ പ്രകാശം തിരിച്ചു കൊടുക്കുന്നു. കാതും കണ്ണും ഒന്നായി വരുന്ന ആ ഉദയഗാന പ്രകാശം, ആ പ്രകാശത്തെക്കുറിച്ചാണ് ഗീതാഞ്ജലിയിൽ പറഞ്ഞിരിക്കുന്നത്. നാദവും നമ്മുടെ സംസ്കാരവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. മലയാള ഭാഷ ഉത്ഭവിച്ചത് എവിടെയാ? മലയാള ഭാഷ നമുക്ക് ഈ രാമനെയും കൃഷ്ണനെയും ഒക്കെ എവിടുന്ന് കിട്ടി? രാമനും കൃഷ്ണനും ഇവിടെ വന്നിട്ട് പറഞ്ഞു തന്നോ? ഇല്ല. ശ്രീരാമകവിയുടെ ഇരാമചരിതം പാട്ടാണ്. ദ്രവിഡ സംഘാതാക്ഷര നിബദ്ധം യദുകമോന വൃത്തവിശേഷയുക്തം പാട്ട്. പാട്ടിന്റെ ലക്ഷണം ലീലാതിലകം. ആ പാട്ടുകളാണ്. പാട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ രാമനെ അറിയില്ല. പാട്ടില്ലായിരുന്നെങ്കിൽ അറിയില്ല. നൃത്തവും കലയും ഉണ്ടായപ്പോഴാണ് മണിപ്രവാളം ഉണ്ടായത്, അല്ലേ? ഈ പാട്ടുകളിൽ പാടി നൃത്തം ചെയ്തപ്പോഴാണ് സംസ്കൃത ഭാഷ, ഇവിടെയുള്ള തമിഴ്, നമ്മളെല്ലാം ഇവിടെ തമിഴാ, പഴന്തമിഴായിരുന്നല്ലോ, ഇവിടെ അറിയില്ല. നമ്മുടെ തമിഴ് അവർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് അങ്ങ് ഒഡീസയിൽ നിന്നും ബീഹാറിൽ നിന്നെല്ലാം കുറച്ച് നൃത്തക്കാരികളെ കൊണ്ടുവന്ന്, ഭരതനാട്യക്കാരികളെ കൊണ്ടുവന്നിട്ട് കുത്തമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ നൃത്തം ചെയ്യാൻ ആരംഭിച്ചത്. നൃത്തം കണ്ടപ്പോ ആളുകൾ പോയപ്പോ ആ നൃത്തക്കാരികൾ ഈ ബ്രാഹ്മണരുടെ വേശ്യകളായി മാറി, ദേവദാസികൾ കൂത്തച്ചിമാരായി മാറി. അങ്ങനെ എൻ്റെ നാട്ടിലൊക്കെ ദേഷ്യം വന്നാല് ചില സ്ത്രീകളെ വിളിക്കും, എന്താ കൂത്തച്ചി മോളേൻ? കൂത്തച്ചി എന്ന് പറഞ്ഞാൽ വേശ്യ എന്നർത്ഥം. കൂത്താടുന്ന അച്ചിമാർ വേശ്യകളായി മാറി. ആ വേശ്യാതരുണികളെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകളുടെ ക്യൂ നിൽക്കുമ്പോഴുള്ള ചുടുനെടുവീർപ്പുകളിൽ നിന്നാണ് മലയാള ഭാഷ ഉണ്ടായത്. സംസ്കൃതവും തമിഴും കൂട്ടിക്കലർന്നിട്ട് ആദ്യത്തെ മണിപ്രവാള സാഹിത്യകൃതികൾ ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, വൈശിക തന്ത്രം, ചന്ദ്രോത്സവം. ഇതൊരു വലിയ തന്ത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ കുറച്ച് സെക്സ് കൂട്ടിയാൽ ആളുകൾ ഇത് ആകർഷിക്കും എന്ന് പറഞ്ഞാൽ ഉണ്ണിയച്ചി, ഉണ്ണിയാടി, ഉണ്ണിച്ചിരുദേവി എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ സൂപ്പർ വേശ്യ സ്ത്രീകളാ. അവരുടെ അംഗോപാംഗ വർണ്ണനകളും അവരുടെ കാമലീലകളും വർണ്ണിക്കുന്നതാണ് ഈ കൃതികൾ. വൈശിക തന്ത്രം എന്ന് പറയുന്നത് മുത്തശ്ശിയായിരിക്കുന്ന ഒരു പഴയ ഓൾഡ് വേശ്യ കൊച്ചുമകൾക്ക് വേശ്യാവൃത്തിയുടെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വൈശിക തന്ത്രവും. ചന്ദ്രോത്സവം ഗന്ധർവനും ഒരു ദേവദാസി സ്ത്രീയും തമ്മിലുള്ള കാമലീലകളുടെ വർണ്ണനയാണ്.
ഇത് കാണുമ്പോൾ എങ്ങനെയെങ്കിലും പഠിക്കണം തോന്നുമല്ലോ. അനുഭവമുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് ഇത് സ്കൂളൊന്നും പഠിപ്പിക്കൂലല്ലോ. കാരണം ഇത് സംഭവം സർട്ടിഫിക്കറ്റ് ആണ്. അതുകൊണ്ട് സ്കൂൾ പഠിപ്പിക്കൂല, കോളേജിൽ നിന്നേ പഠിപ്പിക്കൂ. ഞാനിതൊരു സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ 2 ചെറുപ്പക്കാർ സ്വകാര്യം എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് ചോദിച്ചു, ആ പുസ്തകം എഴുതിയാ കിട്ടുമെന്ന്. കാരണം ഇത് സംഭവം അറിയുന്നത് അല്ലേ. ആ താല്പര്യം ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടി നൃത്തം ചെയ്യുന്ന കൂത്തമ്പലങ്ങളിൽ അവിടെ കുറെ നാട്ടുകാർ വന്നു. ഇവരും കൂടി വന്നപ്പോ അവിടെ ചേർന്നിട്ട് കണ്ടിട്ടും കേട്ടിട്ടുമാണ് ഒരു വെങ്കല ഭാഷയുണ്ടായത്. മണി സംസ്കൃതം രത്നം, പ്രവാളം പവിഴം, മണിപ്രവാളം സംസ്കൃത ഭാഷയും ഇവിടുത്തെ കേരള ഭാഷ. കേരളമൊന്നും ഇല്ല അന്ന്. ഇവിടുത്തെ തമിഴിന്റെ ഒരു രൂപം ഇത് ചേർന്നിട്ടുണ്ടായ മണിപ്രവാളമാണ് ആദ്യത്തെ ട്രാൻസ്ഫോർമേഷൻ. സംസ്കൃതവും തമിഴിൽ നിന്ന് മാറിയിട്ട് മലയാളത്തിലേക്കുള്ള മാറ്റം കലയിലൂടെയാണ്, വികാരങ്ങളിലൂടെയാണ്. അങ്ങനെ സൃഷ്ടിച്ചു. അതിനെയാണ് പിന്നീട് സംസ്കാരം. അതോടുകൂടി പക്ഷേ സാംസ്കാരികമായി നമ്മൾ തകർന്ന് തരിപ്പണമായി. വേശ്യാ തരുണികളുടെ പുറകെ നടക്കലാണ് കേരള സംസ്കാരം എന്നൊരു ധാരണ വരികയും മലയാള ഭാഷയ്ക്ക് ശീലാവതി മലയാളം എന്നൊരു പേര് വരികയും ചെയ്തു. എന്ന് പറഞ്ഞാൽ പെൺമലയാളം എന്ന് ഒരു പേര് വരികയും ചെയ്തു. അപ്പൊ അതിൽ നിന്ന് ആധ്യാത്മിക ദർശനങ്ങളിലേക്ക് ഇവിടെ കൊണ്ടുവന്നത് ശ്രീരാമകവിയുടെ ഊഴിയിൽ ചെറിയവർക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ്. സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇരാമചരിതം പാട്ടുണ്ടായത്. ഇരാമൻ എന്ന് പറയാൻ കാരണം ദ്രാവിഡ അക്ഷരമാല, തമിഴ് അക്ഷരമാലയാ. യാരാലാവ എന്നതിന് ഇരാമൻ, ഇലങ്ക എന്നൊക്കെയാ പറയാ. ഈ കൂട്ടിയിട്ടേ പറയൂ. അങ്ങനെ ഇരാമചരിതം. ശ്രീരാമൻ ശാഷാസാഹ എന്ന സംസ്കൃത അക്ഷരമാലയില്ലാത്തതുകൊണ്ടാണ് ശ്രീരാമൻ എന്ന് പറയുന്നത്. ശ്രീരാമന് ശ്രീരാമൻ എന്ന് പേര് വന്നത്. അങ്ങനെ ശ്രീരാമകവിയുടെ ഇരാമചരിതം പാട്ട്. അത് കഴിഞ്ഞിട്ടോ കൃഷ്ണനെ അറിഞ്ഞത് എങ്ങനെയാ? കൃഷ്ണപ്പാട്ട്. പിന്നെയോ ആധ്യാത്മിക ദർശനങ്ങൾ അറിഞ്ഞത് എങ്ങനെയാ? കിളിപ്പാട്ട്. ഈ പാട്ട് കിളിയുമായിട്ട്, ഈ കിളി നമ്മുടെ മലയാള ഭാഷയുടെ വളർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട പങ്കാണല്ലോ കിളി. ഈശ്വരൻ തന്ന നിധിയോ പരമേശ്വരി എന്തും കിളിയോ. പാർവതിയുടെ തോളത്തൊരു കിളിയുണ്ടെന്നാ ശിവൻ പാർവതിയോട് ഈ കഥ പറഞ്ഞു കൊടുത്ത. ഈ ശിവനെ കൊണ്ട് പാർവതിയോട് കഥ പറഞ്ഞു കൊടുക്കാൻ കാരണം ശൈവ വൈഷ്ണവ സംഘടനകളായിരുന്നു. ഭാരതത്തിൽ വലിയ സംഘടനകൾ നടന്നിട്ടുണ്ട്. ഒരു വേള ദേവാസുര യുദ്ധങ്ങൾ പോലും ശൈവരും വൈഷ്ണവരും തമ്മിലാണ്. കാരണം രാവണൻ ഉഗ്രൻ ശൈവനാ. രാവണകൃത ശിവസ്തോത്രമുണ്ടല്ലോ, രാവണകൃത ശിവസ്തോത്രമാണ് ബാഹുബലി സിനിമയിൽ. ആ വലിയ ശിവലിംഗം എടുത്തിട്ട് ബാഹുബലി പോകുമ്പോൾ ഉള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? വലിയ ബീജിയം വെച്ചിട്ടുള്ള ജടാകടാഹസംഭ്രമ ഭ്രമം നിലിംബ നിർജരി വിലോലവി ജീവല്ലരി വിശാലമാനമൂർധനി എന്നത് രാവണൻ എഴുതിയെന്നാ പറയപ്പെടുന്നത്. കാരണം രാവണന്റെ കൈ ഈ കൈലാസത്തിന്റെ അടി കുടുങ്ങിപ്പോയപ്പോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശിവനെ സ്തുതിച്ചതാണ് ഈ മന്ത്രം ഉണ്ടായെന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത് രാവണൻ നല്ല ശൈവനാ. ശൈവ വൈഷ്ണവ സംഘടനമാണ് രാമരാവണ യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഈ സംഘടനത്തെ സമന്വയിക്കാൻ വേണ്ടിയിട്ടാണ് വൈഷ്ണവ കഥയായിരിക്കുന്ന രാമായണത്തെ ഉമാമഹേശ്വര സംവാദമാക്കി കൊണ്ടുവന്നത്. ഇവര് സമന്വയം ഉണ്ടാക്കാനാണ്. അത് ശിവൻ പറഞ്ഞ കഥയാണ്. ഇപ്പൊ നമ്മള് ദിലീപിന്റെ സിനിമയാവട്ടെ, പൃഥ്വിരാജിന്റെ സിനിമയാവട്ടെ, ആദ്യം തന്നെ മോഹൻലാൽ, താങ്ക്സ് ടു മോഹൻലാൽ എന്ന് കാണിക്കുന്നതിനാ, മോഹൻലാലിന്റെ ഫാൻസിനെ ആകർഷിക്കാൻ വേണ്ടി. അതുപോലെയാണ് ഉമാമഹേശ്വര സംവാദം ഉണ്ടാക്കിയിട്ട് ശൈവരും വായിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത്. ശൈവരും വായിക്കട്ടെ, അങ്ങനെ വായിച്ചു. അപ്പൊ അങ്ങനെയാണ് ഈ കിളി കേട്ടത്. കിളി തുഞ്ചൻ പറമ്പിൽ വന്നിട്ട് എഴുത്തച്ഛനോട് പറഞ്ഞു. എഴുത്തച്ഛൻ കേട്ടിട്ട് നമ്മളോട് പറഞ്ഞു 4 റിപ്പോർട്ടർ സ്പീച്ചാണ്. 4 റിപ്പോർട്ടർ സ്പീച്ചാണ് രാമായണം അല്ലേ. ഒരാൾ മറ്റൊരാൾ പറയുന്നത് വേറൊരാൾ കേട്ട് വേറെ മൂന്നാമത്തെ ആളോട് പറഞ്ഞു, അയാൾ നമ്മളോട് പറയുന്നു, 4ാമത്തെ ആളാണ് നമ്മൾ. റിപ്പോർട്ടർ സ്പീച്ച്. ആ കിളി എന്താണ്? ഈ കിളിപ്പാട്ടെന്ന് പറയുന്നത് എന്താ? സംസ്കൃത ശ്ലോകങ്ങളുടെ ഛന്ദസ്സുകളിൽ നിന്ന് നമ്മുടെ നാടിന്റെ സ്വന്തം നാടോടി ഗാനങ്ങളുടെ ഈണങ്ങളിലേക്ക്, താളങ്ങളിലേക്ക്, വൃത്തത്തിലേക്ക് കൊണ്ടുവന്നതാണ് കിളിപ്പാട്ട്. കേക, കാകളി, കളകാഞ്ചി തുടങ്ങിയ വൃത്തങ്ങളിലേക്ക് ആധ്യാത്മിക ദർശനങ്ങൾ, ശ്രദ്ധര, കുസുമമഞ്ജരി അല്ലെ, ശാർദൂല വിക്രീഡിതം തുടങ്ങിയ കട്ടുകട്ടിയായിരിക്കുന്ന ശ്ലോകങ്ങൾ ചൊല്ലി പറയുന്നതിൻ്റെ ഇടയിൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസ്കൃത ശ്ലോകങ്ങൾക്ക്
പകരം താരിൽ തന്വീ കടാക്ഷഞ്ചല മധുപകുലാരാമ രാമാജനാനാം നീരിൽ താർബാണ വൈരാകര നികര തമോ മണ്ഡലീ ചണ്ഡഭാനോ നേരത്താതെന്നും നീയം തൊടുകുറികളയാതെന്നും ഏഷാ കുളിക്കും നേരത്തിന്നിപ്പുറം വിക്രമ നൃവരധരാഹന്ത കൽപ്പന്തതോയേ എന്ന് കാക്കശ്ശേരി ശ്ലോകം ചൊല്ലുമ്പോ ഉദ്ദണ്ഡ ശാസ്ത്രികൾക്ക് ആ ഹന്ത എന്ന പ്രയോഗം കേട്ടിട്ട് ഹന്തയ്ക്കിന്തപ്പട്ട് എന്ന് പറഞ്ഞിട്ട് പട്ടുംവളയും കൊടുത്ത കഥയെല്ലാം കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സാമൂതിരിയുടെ സദസ്സിൽ. ഇത്തരത്തിലുള്ള ശ്ലോകങ്ങളിൽ നിന്ന് മോചിപ്പിച്ചിട്ട് നമ്മുടെ നാടൻ ശീലികളിലേക്ക്, അതിനാദ്യം എഴുത്തച്ഛനല്ല, പാലാഴി മധുതാൻ പാലിച്ചു പോരുന്ന കോലാദീനാഥനുദയവർമ്മൻ ആജ്ഞയെ ചെയ്യയാൽ എന്ന് പറഞ്ഞിട്ട് എഴുതിയ പാട്ട് അല്ലേ? ആ പാട്ട് എന്താ കൈകൊട്ടിക്കളിപ്പാട്ടിലും വേണ്ട പാടാം, നമ്മുടെ വടക്കം പാട്ടിന്റെ തച്ചോളിപ്പാട്ടുകളുടെ ഈണത്തിലും പാടാം. മഞ്ചരിയുടെ ഒരു കരുത്താണത്. മഞ്ചരിയുടെ കരുത്ത് എന്താ? അത് ഗോപന്മാരെല്ലാരും ഭജനമോരോന്നിൽ ഗോരസമോരോന്നേ പുരിച്ചപ്പോൾ, ഈ സാധനം കൈകൊട്ടിക്കളിപ്പാട്ടിൽ ഗോപന്മാരെല്ലാരും ഭജനമോരോന്നിൽ ഗോരസമോരോന്നേ പൂരിച്ചപ്പോൾ പാഞ്ഞു ചെന്നോരോരോ ചാട്ടിൽ കരേറിയിട്ട് പാഞ്ഞു തുടങ്ങിനാൻ നന്ദനുമായി എന്ന ഈണത്ത് പാടാ. ഇനി പൂമാതേ പൊന്നമ്മ പാട്ടേട്ടാലേ എന്ന പോലെ ഗോപന്മാരെല്ലാരും ഭജനമോ ഓരോന്നിൽ ഗോരസമോരോന്നേ പൂരിച്ചപ്പോൾ പാഞ്ഞു ചെന്നോരോരോ ചാട്ടിൽ കരേറിയിട്ട് പാഞ്ഞു തുടങ്ങിനാൻ നന്ദനുമായി. വടക്കം പാട്ടിന്റെ ഈണത്തിൽ പാടാം. ഗോപന്മാരെല്ലാരും ഭാജനമോരോന്നിൽ ഗോരസമോരോന്നേ പൂരിച്ചപ്പോൾ പാഞ്ഞു ചെന്നോരോരോ ചാട്ടിൽ കരേറിയിട്ട് പാഞ്ഞു തുടങ്ങി. ഇങ്ങനെയും പാടാം. 9 ഈണത്തിൽ പാടാം മഞ്ചരി, 9 ഈണത്തിൽ. ആ ഈണത്തിന്റെ സാധ്യതകൾ പദ്യം. എന്തിനാ പദ്യം? പദങ്ങളെ ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് പദ്യം എന്ന് പറഞ്ഞാൽ. കാവ്യം ശ്രാവ്യമാണല്ലോ, ചെവി കൊണ്ട് കേൾക്കേണ്ടത് കൂടിയല്ലേ? ചെവി കൊണ്ട് കേൾക്കേണ്ടത് കൂടിയാണ്. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി എന്ന് പാടിയ മൂകാംബിക പാഞ്ഞു കുന്നുകയറും. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി എന്ന് പാടുമ്പോ നാദാത്മികേ മൂകാംബിക ഡൗൺലോഡ് ആവും. നാദം വേണം. നാദം ഇല്ലെങ്കിൽ ദൈവം ഇറങ്ങി വരില്ല. അതുകൊണ്ടാണ് എല്ലാ പൂജകളും മന്ത്രങ്ങളല്ലേ. മന്ത്രങ്ങളില്ലാതെ ഏതെങ്കിലും ദൈവമുണ്ടോ? മന്ത്രങ്ങളിലൂടെയാണ് എല്ലാ ദൈവങ്ങളെയും ഉണർത്തുന്നതും ആവാഹിക്കുന്നതും മന്ത്രങ്ങളിലൂടെയാണ്. മന്ത്രമെന്ന് പറഞ്ഞാൽ എന്താ? മന്ത്രമെന്ന് പറഞ്ഞാൽ ചെവിയിൽ ആനന്ദമുണ്ടാക്കുന്ന വിധത്തിൽ രസകരമായ ശബ്ദമാണ്. മന്ത്രിക്കും അല്ലേ? മന്ത്രിമാർക്ക് തന്ത്രിയെന്നും അല്ല, മന്ത്രം അറിയുന്നാക്ക് തന്ത്രിയെന്നും തന്ത്രം അറിയുന്നാക്ക് മന്ത്രിയെന്നും പേര് വന്നെങ്ങനെയാണെന്നൊരു ചോദ്യമുണ്ട്. മന്ത്രം അറിയുന്നവരെ തന്ത്രി എന്ന് വിളിക്കും, തന്ത്രം അറിയുന്നവരെ മന്ത്രി എന്ന് വിളിക്കും. ഈ മന്ത്രി എന്ന് പറഞ്ഞാൽ രാജാവിന്റെ ചെവിയിൽ രാജതന്ത്രങ്ങൾ മന്ത്രിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് മന്ത്രി എന്ന് പേര് വന്നത്. തന്ത്രി എന്ന് പേര് വന്നത് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരാൻ, ഡൗൺലോഡ് ആക്കാൻ ചില തന്ത്രങ്ങളുണ്ട്, ചില ആംഗ്യങ്ങളുണ്ട്, ചില മന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങൾ അറിയുന്നതുകൊണ്ടാണ് തന്ത്രി എന്ന് പേര് വന്നത്. അപ്പൊ മന്ത്രം ഒരു പ്രധാന ഘടകമാണ്. ആരാവിൽ നീ എന്നോടോദിയ അല്ലേ? എത്ര മനോഹരമായിട്ടാണ് ആരാവിൽ ചന്തങ്കമ്പുഴയുടെ വരികൾ. നീ എന്നോടോദിയ രഹസ്യങ്ങൾ, ആ കാതിൽ മന്ത്രിച്ചിരിക്കുന്ന മന്ത്രങ്ങളെ പറ്റി എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. ചങ്ങമ്പുഴയുടെ കൃതികളെല്ലാം തന്നെ നമ്മുടെ നാടൻ ശീലികൾ, നമ്മുടെ നാടൻ വൃത്തങ്ങൾ, ആ വൃത്തങ്ങളെല്ലാം കിളിപ്പാട്ടാണ്. അതാണ് കിളിയുടെ പാട്ട്. ആനന്ദകരമായ ഈണത്തിൽ അവതരിപ്പിച്ചതുകൊണ്ടാണ് കിളിപ്പാട്ടെന്ന്
പറയാൻ കാരണം. അല്ലാതെ കിളി അങ്ങന്ന് സ്വർഗത്തുനിന്ന് ഇവിടെ പറന്നു വന്നിട്ട് പറഞ്ഞു എന്നല്ല. പിന്നെ ഐതിഹ്യങ്ങളാണ്. വേറൊരു ഐതിഹ്യമുള്ളത്, ഈ വാഗ്വൈഖരിക്ക് കണ്ണുകൊള്ളുന്ന ഒരു കണ്ണ് തൊട്ടുകൊള്ളുക എന്ന് പറയുന്ന ഒരു അല്ലേ, കണ്ണേറ് തട്ടിയൻ കാൽമുടന്തി എണ്ണയിൽ തൊന്നിങ്ങൊഴിഞ്ഞതായോ എന്ന ആവണിപ്പാടത്തിലെ പിന്നെ ONV വരികൾ ഓർമ്മയില്ലേ? ഈ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടിയാണ് കെട്ടിടം ഉണ്ടാക്കുമ്പോ അല്ല 50 കോടി കെട്ടിടം ഉണ്ടാക്കുമ്പോൾ അതിന്റെ സുരക്ഷ ആരാ ഉണ്ടാക്കുന്നത്? 500 റുപ്യ ഏതോ കൂടോത്രക്കാരന് കൊടുത്തിട്ട് ഓൻ വരച്ചിട്ടാക്കിയ ആ ചിത്രത്തുമലാണ് ഇതിന്റെ സുരക്ഷ. 50 കോടിന്റെ ബിൽഡിങ്ങിന്റെ സുരക്ഷ. നല്ല എഴുതി വെക്കുന്ന നാട്ടില്ലേ, അതല്ലേ വാഴത്തോട്ടത്തിൽ കോലം വെക്കുന്ന നാട്ടില്ലേ? ആദ്യം നോക്കുന്നത് ഈ കോലത്തിനേക്കും, അപ്പൊ കോലത്തിന് കൊണ്ടോട്ടെ എന്നാണ്. അതാണ് ഇത് ഭയന്നിട്ട് കിളിയെ കൊണ്ട് പാട്ട് പാടിച്ചാൽ എഴുത്തച്ഛനൊന്നും പറ്റൂലല്ലോ. കൊള്ളുന്നത് കിളിക്കായിക്കോട്ടെ. കിളി എന്ന് പറഞ്ഞാൽ ഒരു ലഗ്നം, ഒരു പ്രതീകമാക്കി വെക്കുന്നു. ഇങ്ങനെ 2-3 ഐതിഹ്യങ്ങളിലൂടെയാണ് കിളിപ്പാട്ടുണ്ടായത്. പക്ഷെ ഒറിജിനൽ നമ്മുടെ നാടൻ ഈണങ്ങളാണ്. കാരണം കാവ്യം ശ്രാവ്യമാണ്, ചെവി കൊണ്ട് കേൾക്കേണ്ടത് കൂടിയാണ്. അപ്പൊ ചെവി കൊണ്ട് കേൾക്കുമ്പോൾ 2 തരത്തിലുള്ള കണക്ഷൻ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവുന്നു. ഒന്ന് ചിന്തയും, ഒന്ന് സരസ്വതിയുടെ 2 മുലകളാണ്. സംഗീതവും സാഹിത്യവും സരസ്വത്യ സ്തനദ്വയം ഏകമാവാദ മധുരം പരമാലോചനാമൃതം. സംഗീതത്തിന് വ്യാഖ്യാനങ്ങൾ വേണ്ട. ലാ 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 എന്ന് പറയുമ്പോൾ ലാക്ക് എന്താ അർത്ഥം? ഒന്നും വേണ്ട. അത് ആവാദ മധുരമാണ്. അതുകൊണ്ടാണ് ലായും ഈ മധ്യമാക്ഷരങ്ങൾ അമ്മമാര് ഈ ഭാഷാശാസ്ത്രവും ഫോണറ്റിക്സും സ്വനശാസ്ത്രവും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലെ അമ്മമാരാണ് ആദ്യത്തെ ഫോണറ്റിക്സ് പഠിപ്പിച്ചവർ. അവര് ഈ തമിഴിൽ നിന്ന് മലയാളം രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ കുട്ടികളെ ഉറക്കുന്ന അമ്മമാര് സംസ്കൃതത്തിന്റെ വ്യഞ്ജനാക്ഷരങ്ങൾ കാഖാ കാഖാങ്ങ എന്നുള്ള അക്ഷരങ്ങൾ ഉച്ചരിച്ച് താരാട്ടുപാട്ട് പാടിയാൽ അതിന്റെ കഠോര ശബ്ദം കൊണ്ട് കുട്ടി ഉറങ്ങൂല. എന്നാ കുട്ടിക്ക് അക്ഷരം വ്യഞ്ജിക്കണ്ടേ? സ്വരം മതിയോ? ആ ഈ ഊ പോരല്ലോ. അപ്പൊ സ്വരവും പറ്റൂല, വ്യഞ്ജനവും പറ്റൂല. അതിന്റെ മധ്യമത്തിൽ 4 അക്ഷരമുണ്ട്. ആ 4 അക്ഷരങ്ങളാണ് അമ്മമാര്. ഈ ഭാഷാശാസ്ത്രം പഠിച്ചിട്ടല്ല, ആ 4 അക്ഷരങ്ങളെ കൊണ്ടാണ് താരാട്ട് പാടുന്നത് അമ്മമാര് അല്ലേ? തമിഴ്നാട്ടിൽ നിന്ന് പാടുന്ന ഏറ്റവും കൂടുതൽ പാട്ട് യാ 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 നയാ. നമ്മള് രാരീ രാരീരം രാരോ രാ ലാ 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 വാവേ വാവം വാവോ യാരാ ലാവ. മധ്യമാക്ഷരവും താരാട്ടുപാട്ടും തമ്മിലുള്ള ബന്ധം മനസ്സിലായോ? അതിൻ്റെ നാദത്തിൻ്റെ അതിൻ്റെ സാധ്യത ഉപയോഗിച്ചിട്ട് ആ കുട്ടികൾക്ക് കേൾക്കാൻ സുഖമുള്ള കാവ്യം ശ്രാവ്യമാകുന്നത്. അതിന് നല്ല പച്ചയായിട്ട് നമുക്കൊരു ഉദാഹരണമുണ്ട്. കാളിദാസൻ, വള്ളത്തോൾ, വയലാർ, ഇതിന് 3 എടുക്കുക. അതിൽ സംഗീതം ചേർക്കുമ്പോൾ ഒരു മാറ്റം നിങ്ങൾ നോക്കിക്കോ. കാളിദാസൻ കുമാരസംഭവത്തിൽ പാർവതിയെ വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. പാർവതിയുടെ തപസ്സിനെ വർണ്ണിക്കുന്നത് എന്തൊരു മനോഹാരിതയാണ്. പാർവതിയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പാർവതിയുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ഒരു മഴത്തുള്ളിയുടെ റൂട്ട് വർണ്ണിച്ചു. ഒരു മഴത്തുള്ളി പാർവതിയുടെ കൺപീലികളിൽ വന്ന് വീണിട്ട് സ്ഥിതാക്ഷണം പക്ഷ്മസു താടിതാധര ഇങ്ങനെ റൂട്ട് വർണ്ണിക്കുക കാളിദാസൻ. ഇത് വള്ളത്തോൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് കുമാരസംഭവത്തിന്റെ വിവർത്തനത്തിൽ ഇങ്ങനെയാ പറഞ്ഞത്: ക്ഷണമിമകളിൽ നിന്നടർന്നു തല്ലി ചുണ്ടിൽ കുളിർമുല മേലഥ വീണുടൻ തകർന്ന് വലികളിലിടറി നാഭിച്ചുഴിയിലിറങ്ങി നവീന വർഷബിന്ദു. ഇതാണ് വള്ളത്തോളിന്റെ വിവർത്തനം. ഇനി ഇതൊരു സിനിമാ പാട്ടിൽ വയലാർ കയറ്റിയത് നിങ്ങൾ നോക്കൂ, എത്ര മനോഹരമാണ്. കൺപീലികളിൽ തങ്ങി ചുണ്ടിലെ കമല കൂമ്പുകൾ നുള്ളി മാറിൽ വീണ് തകർന്നു ചിതറി മൃദുരോമങ്ങളിലിടറി പൊക്കിൽ കുഴിയിൽ തടാകമായൊരു പവിഴമഴത്തുള്ളി പണ്ടു ശ്രീ പാർവതിയെ പോലെ നിന്നെയും പുഷ്പിണിയാക്കി പനി നീർമഴ പൂമഴ തേന്മഴ എന്ന പാട്ടിൽ ഈ സാധനത്തെ കയറ്റി നോക്കൂ. നമുക്ക് ഏതാക്ക പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത്. മറ്റത് ഇരുന്ന് ചിന്തിക്കുന്ന വേറെ ഒരു പണിയില്ലാത്തവർ വള്ളത്തോളും. നമ്മൾ സാധാരണ മനുഷ്യർക്ക് ഈ സാധനം ആ കാളിദാസന്റെ പാർവതിയെ നമുക്ക് ശബ്ദത്തിൽ ചാലിച്ചിട്ട് യേശുദാസിന്റെ നാദവും കലർത്തിയിട്ട് നമുക്ക് തന്നില്ലേ? ഇവിടെയാണ് നാദത്തിന്റെ സംഗീതത്തിന്റെ പ്രസക്തി.
കവിതയ്ക്കൊരു താളമുണ്ട്. ആ താളമാണ് വൃത്തം എന്ന് പറയുന്നത്. ആ താളം എന്ന് പറയുന്നത് കട്ടക്കട്ടായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ട്രാക്ടർ പോകുന്ന ശബ്ദം പോലെയാണ് ഏത് സംസ്കൃത ശ്ലോകങ്ങൾ. ട്രാക്ടർ പോകുന്ന താളാക്ക കുലുങ്ങി. എന്നാൽ ഒരു ഇന്നോവ കാറ് പോകുന്നത് പോലെയാണ് നമ്മുടെ ഈ ഭാഷാവൃത്തങ്ങൾ. നല്ല സുഖമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ കാവ്യം സുഗേയം. അത്ര മനോഹരമായിട്ടാണ് അതിനെപ്പറ്റി പറഞ്ഞത്. കാവ്യം സുഗേയം. എന്താ സുഗേയം? ഗേയം പാടാൻ പറ്റിയതാണ്. ഗേയം ഗാനത്തിന് പറ്റിയത്. സുഗേയം നന്നായി പാടാൻ പറ്റിയത്. കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ പാടുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം എന്ന വള്ളത്തോളിന്റെ തോണിയാത്രയിലെ മനോഹരമായ വരികളാണിത്. സുഗേയമാണ്. ആ സുഗേയമാകുമ്പോൾ നമ്മുടെ സാധാരണ ധാരണകളുടെ കവാടബന്ധനം നടത്തി അദ്വിതീയമായൊരു കാൽപ്പനിക സാങ്കല്പിക ലോകത്തിലേക്ക് മനുഷ്യന്റെ അന്തരാത്മാവിനെ ഉണർത്താൻ കഴിയുന്ന പ്രത്യേകത നാദത്തിനുണ്ട്. ആ നാദത്തിന്റെ സാധ്യതകൾ മലയാള ഭാഷ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയത് ചങ്ങമ്പുഴയുടെ കാലഘട്ടത്തോടുകൂടിയാണ്. ആശാനെയും വള്ളത്തോളിനെയും ഉള്ളൂരിനെയും മറന്നിട്ടല്ല ഞാനിത് പറയുന്നത്. പക്ഷേ അവരുടെ കാവ്യങ്ങൾ സംസ്കൃത ശ്ലോകങ്ങൾ ഒരു ട്രാക്ടറിന്റെ കുലുക്കമാണെങ്കിൽ ഒരു സാധാരണ ബസിന്റെ കുലുക്കത്തിലേക്ക് ആധുനിക കവിത്രയങ്ങളുടെ കവിതയിലേക്ക് വന്നു. അവിടുന്ന് ഇങ്ങോട്ട് ചങ്ങമ്പുഴയിലേക്ക് എത്തുമ്പോഴാണ് ഒരു ഇന്നോവയുടെ സ്മൂത്ത് മൂവിങ്ങിലേക്ക് കവിതയെ മാറ്റിയെടുത്തത്. അതുകൊണ്ട് ആർക്കും അതിൻ്റെ പ്രാസപ്രയോഗങ്ങളാവട്ടെ, അതിൻ്റെ ശബ്ദഭംഗികളാവട്ടെ, ശബ്ദം ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങി എന്ന് കേൾക്കുമ്പോൾ കനകച്ചിലങ്ക കിലുങ്ങി എന്നങ്ങാറ്റ് ഇംഗ്ലീഷിലേക്ക് ഏതെങ്കിലും ഒരുത്തൻ അതേ ഭാവത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് നോബൽ സമ്മാനം കൊടുക്കണം. ആവോ? കനകച്ചിലങ്ക കീലുങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് നിങ്ങൾ സങ്കല്പിച്ചു നോക്കട്ടെ. അതിൻ്റെ മൂല്യം മുഴുവൻ ചോർന്നു പോകും. കാരണം അതിൽ ശബ്ദഭംഗി, മലയാളിത്വത്തിൻ്റെ, നമ്മുടെ മണ്ണിൻ്റെ മണമുള്ള ഒരു ശബ്ദഭംഗിയുണ്ട് അതിന്. ആ ശബ്ദഭംഗിയെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്വിതീയമായിരിക്കുന്ന ഒറ്റപ്പത്തിയൊടായിരമുടലുകൾ കെട്ടുപിണഞ്ഞൊരു മണിനാഗം. ലോക ക്ലാസിക്കുകളിൽ ഇത്രയും മനോഹരമായ വരിയുണ്ടോന്ന് എനിക്ക് സംശയമാണ്. സാധാരണ ഒരുപാട് മുടിയെപ്പറ്റി വർണ്ണിക്കാറുണ്ട്, ഒരുപാട് തലകളുള്ള പാമ്പിനെ പറ്റി പറയാറുണ്ട്. എന്നാ ഒരു തലയും 1000 ഉടലുള്ള പാമ്പിനെ മറ്റാർക്കും അവതരിപ്പിക്കാൻ കഴിയില്ല. ഒരു തലയും 1000 ഉടലുള്ള പാമ്പ്, ഒറ്റപ്പത്തിയോട് 1000 ഉടലുകൾ കെട്ടുപിണഞ്ഞൊരു മണിനാഗം. ചന്ദനലതയിലതോ മുഖശയനം ചന്തമൊടിങ്ങനെ ചെയ്യുമ്പോൾ വിലസീ വിമലേ ചെറിയൊരു പനി നീരലർച്ചൂടിയ നിൻ ചിഗുരഭരം. തൻ്റെ പ്രേയസിയുടെ മുടിക്കെട്ട്, അറ്റം കെട്ടിയിട്ട മുടിക്കെട്ട്, ആ അറ്റമാണ് ഒരു തല, ഉടല്, മുടി. 1000 ഉടലുള്ള മുടി, പാമ്പിന്റെ ഉടല്, തല, അതിൻ്റെ തുമ്പ് കെട്ടിയിട്ട ആ മുടി. ആ മുടിയിൽ ഒരു ഒരു പനിനീർ ദളം ചൂടിയിരിക്കുന്നത്, ഒരു പത്തിയും 1000 ഉടലുള്ള ഒരു പാമ്പ് ചന്ദനവള്ളിയിൽ തലകീഴായി കിടക്കുന്നത് പോലെ. എൻ്റെ അമ്മോ, ഇങ്ങനെയൊരു സങ്കല്പം ആർക്കവതരിപ്പിക്കാൻ പറ്റൂ? വിലസീ വിമലേ ചെറിയൊരു പനിനീരൽ ചൂടിയ നിൻ ചിഗുരഭരം. മലയാളികളുടെ സൗന്ദര്യത്തിന്റെ സങ്കല്പം തീർത്തത് ഈ ഒരു കവിതയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സ്ത്രീകൾ എത്ര കാലം പിടിപെട്ടിട്ടാന്നറിയോ പിന്നെ ഈ ഷാമ്പൂ തേച്ചിട്ട് പാറുന്ന മുടിയാക്കിയത്? മനസ്സിലായോ? അറ്റം കെട്ടിയിട്ട നമ്മുടെ മനോഹരമായ ഒരു സിനിമ പാട്ട് തന്നെയുണ്ട് അല്ലേ, സുന്ദരി. ഞാൻ നിർമ്മലഗിരി കോളേജിൽ പഠിക്കുമ്പോൾ ഹിറ്റ് പാട്ടായിരുന്നു അത്. സുന്ദരി ആ സുന്ദരി ആ സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസിത്തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി കാരുണ്യമേ നീ വന്നു. ഈ പാട്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ അന്നത്തെ പ്രണയസങ്കല്പങ്ങൾ രൂപപ്പെടുത്തിയത്.
ഞാൻ കഴിഞ്ഞ കൊല്ലം അതേ കോളേജിൽ വേറൊരു പരിപാടിക്ക് പോയി. അവിടെ പോയപ്പോൾ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു. സുന്ദരി പാട്ട്, പുതിയ മോഡൽ. സുന്ദരി പെണ്ണേ ഹോ ഹോ ഹോ, അട്ടഹാസം അട്ടഹാസം, ഹോ ഹോ ഹോ, അതാണ് അട്ടഹാസം. ഞാൻ ഈ കാലത്തിനനുസരിച്ചുള്ള മാറ്റത്തിന് ഞാൻ എതിരൊന്നുമല്ല. പക്ഷേ ആ പാട്ടുകളുടെ കൂട്ടത്തിൽ നമ്മുടെ പാരമ്പര്യമുള്ള മണ്ണിന്റെ മണമുള്ള ഈ വൃത്തങ്ങളും ഈണങ്ങളും ചേർന്നിട്ടുള്ള സൗമ്യതയുടെ, ശാലീനതയുടെ മാർഗം നമ്മൾ വിട്ടുകളയാൻ പാടുണ്ടോ? നമുക്ക് ശാലീനത എന്ന് പറയുന്നത് കൃത്രിമമായിട്ട് ഫോട്ടോയിൽ എടുക്കേണ്ടതും ഷെയർ ചെയ്യേണ്ടതും മാത്രമാണോ? നമുക്ക് ഹൃദയത്തിൽ അനുഭവിക്കാൻ, ഈ ശാലീനത അനുഭവിക്കാൻ നമുക്ക് നാദങ്ങൾ കൂടിയേ തീരൂ. കവിതകളോ, ഹൈക്കു കവിതകളുടെ കാലമാണിത്. ആ കവിതകളിൽ നമ്മുടെ കേരളത്തിന്റെ പ്രകൃതിയും കേരളത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളും കേരളത്തിൻ്റെതായിരിക്കുന്ന ഈ നാദവൈവിധ്യവും കൂടിക്കലർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത്രയും മനോഹരമായ കവിതകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. നല്ല കവിതകളുണ്ട്. നമ്മളെ ചില മാമന്മാരുണ്ട്, പണ്ടത്തൊന്നും മറക്കുകയില്ല, പുതിയതൊന്നും പഠിക്കുകയില്ല. എൻ്റെ നാട്ടിലൊരു കഥാകൃത്തുണ്ട്. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും മനോഹരമായ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാകൃത്ത. പക്ഷെ അദ്ദേഹം കവിതകളെ പറ്റിയിട്ട് പണ്ടെഴുതിയ ONV മാത്രമാണ് കവിതയുള്ളത്, വൈലോപ്പള്ളിക്ക് മാത്രമേ കവിത എഴുതാൻ പറ്റിയിട്ടുള്ളൂ, പുതിയതൊന്നും കവിതയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കഥ എഴുതി. കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ വന്നു. എൻ്റെ അമ്മോ, ഇങ്ങനെയൊരു പൊട്ടക്കഥ ഞാൻ ഇപ്പം അടുത്തൊന്നും വായിച്ചിട്ടില്ല. അയാൾ പണ്ട് എഴുതിയെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എഴുതിയത് മോശം നന്നാവണമെന്നുണ്ടോ? ഇപ്പം എഴുതിയത് കവിതകൾ, നല്ല കവിതകൾ അദ്ദേഹം കാണുന്നില്ല. നല്ല കവിതകൾ, വളരെ രസകരമായ PK പാറക്കടവിൻ്റെയും സോമൻ കടലൂരിൻ്റെയും അതുപോലെ പവിത്രൻ തീക്കുനിയുടെയും ഒക്കെ കവിതകൾ, ഗംഭീരമായ കവിതകളുണ്ട്, നല്ല കവിതകളുണ്ട്. റഫീഖ് അഹമ്മദിന്റെ കവിതകളുണ്ട്. അതൊന്നും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. പക്ഷെ ആ കവിതകളിൽ ഉള്ള പ്രശ്നം എന്താ? എന്തുകൊണ്ടത് ജനകീയമായി സംവദിക്കപ്പെടുന്നില്ല? കവിതകൾ കാനനച്ചായയിൽ ആടുമയിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന വരി അറിയാത്തവൻ മലയാളിയല്ല. അതുപോലെ എല്ലാവർക്കും അറിയുന്ന ഒരു വരി എഴുതാൻ ഒരു കവിക്കും കഴിയാതിരിക്കുന്നത് ആ വരി, കാനനച്ചായയിൽ ആടുമയിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, അതിലൊരു നാദവുമുണ്ട്, ഒരീണവുമുണ്ട് എന്നതുകൊണ്ടാണ്. പാടില്ല പാടില്ല നമ്മെ നമ്മൾ, ആ നാദത്തിലൂടെ മലയാളി നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ, നിന്നെ ഒരിക്കൽ കൊണ്ടുപോകാം പ്രണയത്തെ നിഷേധിക്കാതെ, ഇന്നിപ്പോ വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ക്ഷമയോടുകൂടി പ്രണയത്തെ കൈകാര്യം ചെയ്യാനുള്ള പാഠങ്ങളായിരുന്നു അന്നത്തെ മലയാളിക്ക് ചങ്ങമ്പുഴ കൊടുത്തത്. ഇതേ പാട്ട് ഇന്ന് സിനിമയിലേക്ക് വന്നപ്പോ ഞാനും വരട്ടെ ആടുമേയ്ക്കാൻ കാടിനുള്ളിൽ, അടുത്തതാ ഒരു പുന്നാരെ എന്നാൽ പ്രണയം കാമമായി അത്യാർത്ഥിയായിട്ട് എത്രയും പെട്ടെന്ന് പ്രണയം അതിൻ്റെ സ്വാഭാവികമായ പരിസമാപ്തിയിലേക്ക് പോകാനുള്ള, പ്രണയം കഴിയുന്നത് വരെയുള്ള രസമാണല്ലോ പ്രണയം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ. നമ്മൾ മലയാളികൾ കല്യാണം കഴിഞ്ഞവരെ 100 പ്രാവശ്യം ഐ ലവ് യു നയിക്കൂ, കല്യാണം കഴിഞ്ഞാൽ ഒരു തവണ വയ്ക്കൂ. വിവാഹം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഐ ലവ് യു എന്നോ ഐ ലൈക്ക് യു എന്നോ പറയുന്ന സ്വഭാവം നമുക്കില്ല. പിന്നെ എന്ത് പുരോഗമനവാദമാണ് നമ്മുടെ ഇടയിൽ? എന്താ കല്യാണം കഴിഞ്ഞാൽ ഐ ലവ് യു പറയാത്തതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് നിന്ന് ഇതുപോലൊരു പരിപാടി പ്രസംഗിക്കുമ്പോൾ ചോദിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? വിവാഹത്തിന് ശേഷം എന്താ ഐ ലവ് യു പറയാത്തതെന്നറിയോ? എന്താ, ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്നാ പറഞ്ഞു. അപ്പൊ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഈ പ്രചരണമാണ് ഐ ലവ് യു എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നല്ലേ, അല്ലേ? ഇലക്ഷന് വേണ്ടിയിട്ട് മാത്രമുള്ള തട്ടിപ്പാണിത്. അപ്പോ അതിന്റെ സ്വാഭാവികമായ പ്രണയത്തിന്റെ പരിസമാപ്തിയിലേക്ക് രണ്ടാത്മാക്കൾ ഇണചേരുന്ന ആ മനോഹരമായ ദിവ്യമായ അവസ്ഥയാണ് പ്രണയം എന്നതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോ എത്രയും പെട്ടെന്ന് രതിമൂർച്ചയിൽ എത്തിച്ചേർക്കലാണ് പ്രണയമെന്ന് ധരിച്ചു പോയതാണ്. പുതിയ പാട്ടിൽ പറയുന്നു, പോരൂ പുന്നാരെ, പാടില്ല കാത്തു നിൽക്കാം എന്നല്ല, ഇപ്പൊ തന്നെ പോവാ, സ്പെഷ്യൽ പിടിക്കാം, റൂം എടുക്കാം, എന്നിട്ട് പ്രണയിക്കുന്നു, റൂം എടുക്കുന്നു, 4 ദിവസം കൊണ്ട് ഒന്നിക്ക് കൊല്ലുന്നു, പിരിഞ്ഞു പോകുന്നു. പ്രണയവിവാഹങ്ങൾ നല്ലതാണ്, പക്ഷേ ദുരന്തത്തിലേക്ക് പോകുന്നു. ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ എടുത്ത പ്രണയവിവാഹങ്ങളിൽ ഒരു സർവേ നടത്തി നോക്കുമ്പോൾ അതൊന്നും പ്രണയമായിരുന്നില്ല, കാമമായിരുന്നു. കാരണം ആ പ്രണയത്തിൽ മാംസമേ ഉള്ളൂ, നാദമില്ല, കവിതയില്ല. പ്രണയത്തിൽ നാദവും കവിതയും വേണ്ടേ? പ്രണയത്തിൽ നാദവും കവിതയും വേണ്ടേ? ആ നാദവും കവിതയും ഇല്ലാത്തത് കൊണ്ടാണ് കാമുകി വേറെ ഒരുത്തൻ ഓനെ തേച്ചു,
തേച്ചു പോയാ കുത്തി കൊല്ലുന്നു. ഇല്ലേ? എത്രയാണ് കൊലപാതകങ്ങൾ! ആസിഡ് ബൾബ് എറിയുന്നു, ആസിഡ് ഒഴിക്കുന്നു. കാരണം അവൻ പ്രേമിച്ചത് അവളുടെ ആത്മാവിനെയല്ല, ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ എന്നൊരു കാമുകൻ ഇന്ന് പാടുന്നില്ല. ആത്മാവിന്റെ സൗന്ദര്യത്തെ പ്രേമിക്കുന്നില്ല. പിന്നെന്താ പ്രേമിക്കുന്നത്? നിന്റെ ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടുകളെ, നിന്റെ റോസ് പൗഡർ ഇട്ട കവിളുകളെ, നിന്റെ ഷാമ്പൂ പൂശിയ മുടിയെ, നിന്റെ തൊടപുറത്ത് കാണുന്ന ജീൻസിനെയാണ് ഞാൻ പ്രേമിക്കുന്നത്, അല്ലേ? അതിനെയാണ് എനിക്ക് പ്രേമം. ഉപരിപ്ലവമായി ശരീരത്തെ മാത്രം പ്രേമിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രേമം, ആ ശരീരം മറ്റൊരാൾ കൊണ്ടുപോകുമ്പോ ആ ശരീരത്തെ നശിപ്പിക്കാൻ കത്തിയുമായിട്ട് പോകുന്നു, ആസിഡുമായി പോകുന്നു, പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നു. കാരണം പ്രണയം മാംസനിബദ്ധമാകുന്നു. ധ്രുവമിഹ മാംസനിബദ്ധമല്ല രാഗം എന്ന് അവൻ അസ്ഥിശേഷനാണ്. ആര്? മദനൻ. എന്നിട്ടും അവൻ അവളെ ആഞ്ഞു നോക്കി നിന്നു. കാരണം ധ്രുവമിഹ മാംസനിബദ്ധമല്ല രാഗം. ശരീരത്തിൽ കുടികൊള്ളുന്നതല്ല, നാദത്തിലും സ്വപ്നത്തിലും ഈണത്തിലും കുടികൊള്ളുന്നതാണ് പ്രണയം. ആ പ്രണയത്തെ കവിതയിലേക്ക് ചാലിച്ചതായിരുന്നു ചങ്ങമ്പുഴ. അതാണ് ഇന്ന് അതില്ലാത്തത് കൊണ്ട് ആത്മസൗന്ദര്യത്തെ കാണുന്നില്ല. പിന്നെ എന്ത് സൗന്ദര്യ? ബാഹ്യ സൗന്ദര്യത്തെ കാണുന്നു. അതുകൊണ്ട് ബാഹ്യ സൗന്ദര്യത്തെ നശിപ്പിക്കുന്നു. പണ്ട് ആ ശരീരം മറ്റൊരാൾ കല്യാണം കഴിച്ചു പോയാൽ, മറ്റൊരാൾ കല്യാണം കഴിച്ചു, അന്ന് പ്രണയം പറയാനായിട്ട് എത്ര കാത്തു നിൽക്കണം. ഞങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ പ്രേമം മുട്ടിടുന്ന കാലം 10ാം ക്ലാസ്സിലായി, ഇപ്പൊ 5ാം ക്ലാസ്സിലായി. കാരണം ഹോർമോൺ മാറിയല്ലോ. അന്ന് ഞങ്ങൾക്ക് ചക്കക്കുരും വെള്ളരിക്കൊണ്ട് കറി വെച്ചതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാനാ? ഇന്ന് എത്രയോ മാംസം, എത്രയോ നല്ല ഹോർമോൺ ഉണ്ട്. അതുകൊണ്ട് വളരെ നേരത്തെ പെൺകുട്ടികൾ ഋതുമതികളാകുന്നുണ്ട്, ആൺകുട്ടികൾക്ക് പ്രണയക്കുരു പൊന്തുന്നുണ്ട്. അതുകൊണ്ട് അന്ന് ഞങ്ങൾ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ ആരാദ്യം പറയും എന്ന് വിചാരിച്ചിട്ട് ഒന്നും മിണ്ടിയില്ല. അവസാനം സെൻഡ് ഓഫ് ആയ ദിവസമാണ് ആകെ സങ്കടപ്പെട്ടിട്ട് ഓട്ടോഗ്രാഫിൽ കരയെ മറന്നാലും കടലിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്ന് എഴുതി കൊടുത്ത് 2 ബൈക്ക് പോയി. അന്ന് ഫോണില്ല, ഫേസ്ബുക്കില്ല, വാട്സപ്പില്ല, പിന്നെ ഒരു വിവരമില്ല. കല്യാണം കഴിഞ്ഞ് പോയി. ഇപ്പോ ഫേസ്ബുക്കും വാട്സപ്പെല്ലാം ഉണ്ടായി. മക്കളായതിനു ശേഷം ആ ചരക്കൽ എവിടെയുണ്ട് അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുക. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളാണ്, അല്ലെ? എല്ലായിടത്തും പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളാണ്. ഇത് തെറ്റല്ല, നല്ല കാര്യം കേട്ടോ. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നടക്കുന്നത് നല്ല കാര്യമാണ്. ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തവർക്ക് ആയുസ് കൂടുന്നുണ്ടെന്നാ പറയുന്നത്. ആരെങ്കിലും കൂടെ ഉണ്ടെന്നൊരു ചിന്തയുണ്ടാവുമല്ലോ, അപ്പൊ ഒരു വികാസം ഉണ്ടാകും, മനസ്സിന് ഒരു പ്രതീക്ഷയുണ്ടാവും, സങ്കടങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും. അന്ന് കാമുകി വേറെ ഒരുത്തന്റെ കൂടെ കല്യാണം കഴിഞ്ഞ് പോയാലും ദൂരെ നിന്ന് കാമുകൻ അവന് കത്തിയെടുത്ത് കുത്താനല്ല, മംഗളം നേരുമായിരുന്നു, അല്ലേ? അലിഞ്ഞു ചേർന്നതിൻ ശേഷമൻ ജീവനെ പിരിഞ്ഞു പോയി നീ എങ്കിലും എന്നും മംഗളം നേരുന്നു ഞാൻ എന്ന് പാടുന്ന കാമുകൻ. ഇന്ന് ഞാൻ ആസിഡ് ബൾബ് എറിയുന്നു ഞാൻ എന്ന് പറയുന്ന കാമുകൻ. നിനക്ക് മക്കളില്ലാണ്ടായി പോട്ടെ എന്ന് ശപിക്കുക കാമുകന്മാര്, മക്കളില്ലാണ്ടായി പോട്ടെ. എന്നാൽ അന്നോ നിനക്കൊരുപാട് മക്കൾ ഉണ്ടാവട്ടെ. ആ പുണ്യദാമ്പത്യ വർണ്ണവല്ലരിയിൽ ആനന്ദമുകുളങ്ങൾ ജനിക്കട്ടെ എന്ന് പാടുന്ന കാമുകൻ. കാരണം മാംസനിബദ്ധമല്ലായിരുന്നു അന്നത്തെ, ജീവിത നിബദ്ധമായിരുന്നു. ആ ജീവിതം ഗാനമായിരുന്നു. ആ ജീവിതത്തിന്റെ ഗാനം സംഗീതമീ ജീവിതം, ഒരു മധുര സംഗീതമീ ജീവിതം, ഒരു മധുര സംഗീതമീ ജീവിതം. ആ ജീവിതത്തിൽ ആരാഗത്തിൽ ലേശം അനുരാഗം വേണം, ആരോമലാളൊന്ന് തേറ്റുപാടേണം. അതാണ് ആ സംഗീതമായിരുന്നു ജീവിതം. കൃഷിയും പോലും ജീവിതമായിരുന്നു. ഏറ്റവും മികച്ച കുട്ടി കർഷകൻ അവാർഡ് കിട്ടി എൻ്റെ നാട്ടിലൊരു കുട്ടിക്ക്. ആ കുട്ടിയുടെ സ്വീകരണ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ ഞാൻ പോയപ്പോ ഞാൻ കേട്ട ഏറ്റവും മനോഹരമായ പ്രസംഗം ആ കുട്ടിയുടെ മറുപടി പ്രസംഗമായിരുന്നു. ആ കുട്ടി പറഞ്ഞു, എൻ്റെ അപ്പൂപ്പൻ എപ്പോഴും ഒരു പാട്ട് പാടാറുണ്ട് വീട്ടിൽ നിന്ന്. ആ പാട്ട് കേട്ടിട്ടാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞു, മോനെ പാട്ട് പാടും. അവൻ പാടി, ചെമ്പക പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ
പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാന് അപ്പോൾ ഒരു ചന്ദനത്തിൻ മണി വീണ അവനു നൽകി. വീണക്ക് പകരം ഇന്നാണെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ അല്ലെ ഒരു ആപ്പിൾ ഫോൺ കൊടുത്തു എന്ന് വിചാരിക്കുക. തങ്ക സ്വപ്ന ശതങ്ങളാം തന്ത്രികൾ കെട്ടി അതിൽ സുന്ദര പ്രതീക്ഷകൾ തൻ ചായം പൂരട്ടി ആർത്തലയ്ക്കും ഹൃദയത്തിൽ തുളുമ്പിയ ഗാനങ്ങൾ രാത്രിയും പകലും അവൻ വീണയിൽ മീട്ടി. രാത്രിയും പകലും മീട്ടലല്ലേ ഇപ്പോ സംഭവം, ഇതാണെന്നേ ഉള്ളൂ. ആ മധുര സംഗീതത്തിൻ ലഹരിയാലെ സ്വന്തം ഭൂമി ദേവിയെ പാവം മറന്നുപോയി. ശ്യാമളമാം ഭൂമിയാകെ പാഴ്മരുവായി മാറിപ്പോയി. പാവമപ്പോൾ പശിയാലെ പാട്ടു നിർത്തി. വിശന്നപ്പ പാട്ട് നിർത്തി. കാത്തു നിൽക്കും വയലിൽ തൻ കലപ്പയൂന്നി സ്വന്തം വേർപ്പു കൊണ്ടു വിതയ്ക്കുവാൻ അവനിറങ്ങി. എന്നുമെന്നും സമൃദ്ധിതൻ പൊന്മണികൾ വിളയിക്കാൻ മന്നിതിൻ്റെ മകനായിട്ടവനിറങ്ങി. ആ പാട്ട് കേട്ടിട്ടാണ് ഞാൻ കൃഷിയിലേക്ക്, ഇനിയാണ് നമ്മുടെ കേരളത്തിന്റെ തനത് പാരമ്പര്യത്തിലേക്ക് വരുന്നത്. ഈ അധ്വാനം പാട്ടും പാടി ഇരുന്നാ പോരാ, കൃഷി ചെയ്യണല്ലോ. ഈ കൃഷിയെയും പാട്ടിനെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് താളമുണ്ടായത്. നിങ്ങൾ ശ്രദ്ധിക്കണം. കൃഷിയും നമ്മൾ സംസ്കൃതത്തിൽ ആര്യന്മാർ താണ്ഡവത്തിൽ നിന്ന് താ, ലാസ്യത്തിൽ നിന്ന് ലാ, താളം അങ്ങനെ ഉണ്ടായി എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ഞാൻ താളം കണ്ടത് നാട്ടി നടുന്ന, ഇവിടെ പറയോ നാട്ടി, ഞാറ് പൊരിച്ചിട്ട് നാട്ടി, കൊടി നാട്ടി എന്ന് പറയും പോലെ നാട്ടി പൊരിച്ച് നടുന്ന പ്രക്രിയയിലെ അതിന് ഞങ്ങളുടെ നാട്ടി എന്ന് പറയാം. അതിന് പാടുന്നൊരു പാട്ടുണ്ട്, നാട്ടിപ്പാട്ട്. ആ നാട്ടിപ്പാട്ട് എന്താ, എന്തിനാണിത് പാടുന്നത്? ഇതെല്ലാവരും ഒരേ ലെവലിൽ നടണം. അല്ലാതെ ഒരാൾ സ്പീഡ് കൂട്ടിയിട്ടും ഒരാൾ സ്പീഡ് കുറച്ചിട്ടും നട്ടാൽ എന്താ കുഴപ്പമെന്നറിയോ? ഇന്ത്യൻ്റെ ഭൂപടം വരച്ച പോലെ ആയിരിക്കും. കുറേ ആളങ്ങ് മേലെ, കുറേ ആളങ്ങ് ബംഗ്ലാദേശിലുണ്ടാവും, കുറേ ആളങ്ങ് ഗുജറാത്തിലുണ്ടാവും, കുറേ ആളങ്ങ് കന്യാകുമാരിയിലുണ്ടാവും. ലെവല് ഒത്തുവരില്ലല്ലോ. അതിനു പകരം കൈതേരിയടമ്പാണേ കുഞ്ഞിക്കണ്ണൻ, കൈതേരിയടമ്പാണേ കുഞ്ഞിക്കണ്ണൻ, പടിഞ്ഞിറ്റ പഞ്ചാര കട്ടുമ്മേല്, പടിഞ്ഞിറ്റ പഞ്ചാര കട്ടുമ്മേല്, ലച്ചുവിൻ്റെ കൈയും പിടിച്ച് കണ്ണൻ, ലച്ചുവിൻ്റെ കൈയും പിടിച്ച് കണ്ണൻ എന്ന് പറഞ്ഞിട്ട് നാട്ടിപ്പാട്ട്. ഇതെന്തിനായി പാടുന്നത്? കൈതേരിയടമ്പാണേ എന്ന് പറയുമ്പോഴാണ് ഒന്ന് ഊന്നുക. കൈതേരിയടമ്പാണേ, അപ്പൊ എല്ലാവരും അന്നേരം ഊന്നി, ലെവലായോ? പടിഞ്ഞിറ്റ പഞ്ചാര അടുത്ത ഊന്നി, ലച്ചുവിൻ്റെ കയ്യും പേടിച്ച്. ഈ താളമൊപ്പിക്കാനാണ് കൃഷിപ്പാട്ടുകൾ ഉണ്ടായത്. കൃഷിപ്പാട്ടുകൾ ഉണ്ടാവുന്നു. ആ പാട്ടുകൾ ഒരേ ലെവലിൽ ഒത്തുവെച്ചിട്ട് പാടുന്നു. ഒന്ന് താളമൊപ്പിക്കാൻ, രണ്ടാമത് വികാരങ്ങളുടെ വിരേചനം നടത്താൻ പാട്ടുകൾ ഉണ്ടായിരുന്നു. പണിയെടുത്ത് തളർന്നു വരുമ്പോ തമ്പുരാന്റെ വീട്ടിൽ, ജമ്മിയുടെ വീട്ടിൽ പോയാൽ ഒരു പാത്രത്തിൽ വെള്ളം പോലും തരാത്ത തമ്പുരാന്റെ സങ്കടമാണ്. 100 കാതോം വഴി നടന്ന് തൊണ്ട പൊട്ടി വന്ന നേരോ ഒരടക്കാത്തോട് വെട്ടി തണ്ണിതായോ തമ്പ്രാക്കളെ. ഒരടക്കേന്റെ തോട്ടിൽ, പാത്രത്തിൽ വേണ്ട, ഒരടക്കയുടെ തോട്ടിൽ വെള്ളം താ. അപ്പൊ തമ്പുരാൻ പറയാ, തണ്ണി താണ്ടേ കിണറ്റിൻ്റെ അകത്ത്, പാള താണ്ടേ കങ്ങുമ്മേല്, കാരി താണ്ടേ തൊണ്ടുമ്മേല്, കോരിക്കുടി കോരിക്കുടി. പാത്രം തരൂല, വെള്ളം തരൂല. തണ്ണി കിണറ്റിലുണ്ട്, ആ തണ്ണി കോരണമെങ്കിൽ പാള വേണം. കവുങ്ങിന്റെ പാള പൊളിച്ച് കോട്ടിയിട്ട് അതിന് കെട്ടാൻ കയറോ, തൊണ്ട് തല്ലി കയറ് വിരിച്ചിട്ട് ആ കയറ് കൊണ്ട് പാളയിൽ കെട്ടിയിട്ട് കോരിക്കുടിച്ച് അപ്പോഴേക്ക് ഇവൻ ദാഹിച്ച് ചത്തുപോയാലും ഒരടക്കയുടെ തോട്ടിൽ കൊള്ളുന്ന വെള്ളം കൊടുക്കാത്ത ആ നിഷേധത്തിന്റെ, മനുഷ്യാവകാശ നിഷേധത്തിനെതിരെയുള്ള പ്രതിരോധം അവന് പാടാൻ മാത്രം അല്ലേ? പാടുകയല്ലാതെ നമുക്കെന്താ മാർഗം മോളെ എന്നാണ് നാടൻപാട്ട് പറയുന്നത്. നമുക്ക് പാടാതിരുന്നാല് പട്ടിണി മാറുമോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാടിക്കൊണ്ടിരിക്കുക. ഒരു പണിയപ്പാട്ടുണ്ട്, കുട്ടീനെ ഉറക്കുന്ന പുള്ളയെ, പുള്ളയെ എന്നാ പറയാ കുട്ടിയെ, പുള്ളയെ. ഉറങ്ങുറങ്ങ് പുള്ളി നീ ഉറങ്ങേ
ഉണരാതെ പുള്ളി നീ ഉറങ്ങ്, നീ ഉറങ്ങ്. അച്ഛനിപ്പോ മലയിൽ കൊത്തി കൊത്തിച്ചാവും, അമ്മയിപ്പോ വയലിൽ നട്ട് നട്ട് ചാവും, നീ ഉറങ്ങ്. ആരോട് പറയാൻ? ആത്മാവിഷ്കാരം, സങ്കടങ്ങളുടെ ആവിഷ്കാരമായിട്ടാണ് നമ്മുടെ നാടൻ പാട്ടുകൾ വന്നത്. ആ നാടൻ പാട്ടുകളുടെ ഈണങ്ങളും ശീലുകളുമാണ് പിന്നെ അതിനെ പ്രൗഢമായിരിക്കുന്ന സാഹിത്യത്തിലേക്ക് ചേർത്തുകൊണ്ട് കേരളക്കരയിൽ ഒരുപാട് കവികൾ വന്നു. ആ കവികളുടെ കൂട്ടത്തിൽ ആ നാടോടി ഈണങ്ങളും ഗൗരവതരമായ പ്രണയസങ്കല്പങ്ങളും ഗൗരവതരമായ ഫിലോസഫിയും കൂട്ടിച്ചേർത്തിട്ടൊരു വസന്തം സൃഷ്ടിച്ചതാണ് 19-20 നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ചങ്ങമ്പുഴയുടെയും ഇടപ്പള്ളിയുടെയും അതുപോലെ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെയും തുടർന്ന് വന്ന പി ഭാസ്കരനും ONV കുറുപ്പും വയലാറും അടങ്ങുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കവിതകളുടെ കാൽപ്പനിക വസന്തമുണ്ടാക്കിയത്. ആ കാൽപ്പനിക വസന്തകാലത്ത് പണിയെടുക്കുന്ന സ്ത്രീകൾ മാത്രമല്ല, വീടി തെറുപ്പുകാരായ തൊഴിലാളികൾ മാത്രമല്ല, കച്ചവടക്കാരും എല്ലാവരും കവിത ചൊല്ലാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ നമ്മുടെ വീടുകളിൽ നിന്ന് കവിത ഈണങ്ങൾ നഷ്ടപ്പെട്ടു പോയി ടെറിബിൾ സൗണ്ടിലേക്ക് ചുരുങ്ങുമ്പോൾ സാംസ്കാരിക ച്യുതിയിലേക്ക് പോകുന്നില്ലേ? നമ്മുടെ കേരളം സാംസ്കാരിക ച്യുതിയിലേക്ക് എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളുടെ അച്ചടി വർദ്ധിക്കുന്നു. ഒരുപാട് പുസ്തകങ്ങൾ അച്ചടിക്കുന്നുണ്ട്. പക്ഷേ പല വായനശാലകളിലും അലമാരകൾക്കുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. പുസ്തകങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മാഷന്മാരും. എല്ലാവരും അല്ലേ? നാളെ മാഷന്മാർ എനിക്ക് കേസ് കൊടുക്കണ്ട. എല്ലാവരും അല്ല, മഹാഭൂരിപക്ഷം മാഷന്മാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും IT വിദഗ്ധന്മാരും ഒന്നും വായിക്കാത്ത, ഒരു കവിത ചൊല്ലാത്ത നിർഗുണ പരബ്രഹ്മങ്ങളായി മാറുന്നു. നിർഗുണ പരബ്രഹ്മങ്ങളായി മാറുന്നു. ഇത് മനുഷ്യത്വത്തിൽ നിന്ന് മൃഗീയതയിലേക്ക് ഭാവിയിൽ കേരളത്തിൽ അതിഭീകരമായ മനുഷ്യത്വരാഹിത്യത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് നമുക്ക് ചങ്ങമ്പുഴയെയും വൈലോപ്പള്ളിയെയും ആശാനെയും ഉള്ളൂരിനെയും വള്ളത്തോളിനെയും വയലാറിനെയും പാട്ടുകളെയും ഒക്കെ തിരിച്ചു പിടിക്കാം. പുതിയ കവിതകളെ ചേർത്ത് പിടിക്കാം. നമുക്ക് പാടാം, നമുക്കൊന്നിച്ചു പാടാം. വീടുകൾ പാട്ടിൻ്റെ അരങ്ങായി മാറാൻ പറ്റുമോ? വീടുകളിൽ സോഫ്റ്റനായ നാദമുണ്ടാക്കാൻ പറ്റുമോ? നിങ്ങളുടെ വീട്ടിൽ കുടുംബ സദസ്സുകൾ സോഫ്റ്റനായ നാദത്തിൻ്റെ ഇടങ്ങളാവണം. എങ്ങനെയാണ് സോഫ്റ്റനാക്കേണ്ടത്? എസ് എന്ന് പറഞ്ഞാൽ സ്മൈലാണ്. SOFTAN എസ് സ്മൈലാണ്. പുഞ്ചിരിച്ചുകൊണ്ട് വട്ടത്തിൽ ഇരിക്കാൻ പറ്റുമോ? പുഞ്ചിരിക്കാൻ മറന്നു പോകുന്നു. ഓപ്പൺ ഹേഡ്, ഹൃദയം തുറന്ന് പാടാൻ പറ്റുമോ? ഹൃദയം തുറന്ന് പറയാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുമോ? ഹൃദയം തുറക്കാത്തവരുടെ വീട്ടിലെ കുട്ടികളാണ് ചങ്കുകളെ തേടി പുറത്തു പോകുന്നത്. അച്ഛനും അമ്മയും ചങ്കല്ല. കാരണം മക്കൾ ചങ്കാതില്ല ഇവർക്ക്. അതുകൊണ്ട് അവർക്കും ചങ്കല്ല. ഹൃദയം തുറന്ന് വർത്തമാനം പറയുന്ന ഇടങ്ങൾ വേണ്ടേ നമുക്ക്? അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരു ദിവസം ഒരു കവിതയെങ്കിലും ചൊല്ലാൻ പറ്റുമോ? ഞാൻ ഈ കുടുംബശ്രീക്കാരോട് കുറേ കാലമായി പറയുന്നു. അവിടെ ഇരുന്നിട്ട് പൈസേൻ്റെ കണക്കും പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ഒരു കവിത ചൊല്ലിയാലെന്താ? ഒരു കഥ വായിച്ചാലെന്താ? ഒരു കഥ വായിച്ചാൽ ഇവിടെ സ്വാഗതം പറഞ്ഞിട്ട് അധ്യക്ഷൻ എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നതിനിടയിൽ ഞാൻ 12 കഥ വായിച്ചു. അറിയോ? ഒരു ചെറിയ പുസ്തകം, ഗിന്നസ് ബുക്കിൽ പേര് വന്ന ഹൈക്കു കഥകൾ സത്താർ ആദൂർ എഴുതിയ ഒരു കൊച്ചു പുസ്തകമാണിത്. എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നതാ. അതിൽ 12 കഥകൾ, രസകരമായ കഥകൾ ഞാൻ വായിച്ചു. രസകരമായ കഥകൾ. നമ്മൾ ഈ വാട്സപ്പ് കഥകൾ കണ്ട് നമ്മുടെ വായനയുടെ ശീലം എന്തോ വഴിതെറ്റി പോവുക. കാരണം അതിൽ സ്ഥിരം ഒരേ മോഡൽ കഥകളാണ് എഴുതുന്നത്. നമ്മൾ പുസ്തകങ്ങളിലേക്ക് പോകണം, കവിതകൾ വായിക്കണം, ഹൃദയം തുറക്കും, ഓപ്പൺ ഹേഡ്. അഹന്ത വേണ്ട, ഫോർവേഡ് ലീൻ, ഫോർവേഡ് ലീൻ. നമ്മൾ മനുഷ്യത്വത്തിലേക്ക് കുനിയണം, മുന്നോട്ട് കുനിയാൻ പഠിക്കൂ. നമ്മൾ താഴാൻ പഠിക്കൂ. മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ. മാങ്ങ കൂടുമ്പോൾ വൃക്ഷക്കൊമ്പ് മേലോട്ട് ഉയരുന്നില്ലല്ലോ. പിന്നെ നമ്മൾ എന്തിന് മുന്നോട്ട് കുനിയാതെ നിൽക്കുന്നു? ഫോർവേഡ് ലീൻ, ടച്ച്, തൊടണം. പുസ്തകത്തിൽ തൊടണം, അച്ഛനെ തൊടണം, അമ്മയെ തൊടണം, മക്കളെ തൊടണം, അപ്പൂപ്പനെ തൊടണം. നമ്മുടെ ത്വക്ക് ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ കണ്ണും മൂക്കും കാതും നാവും മാത്രം പരിഗണിക്കുന്ന ഒരു ലോകം. ത്വക്കിനെ ക്ഷയിക്കാനില്ല, കെട്ടിപ്പിടുത്തില്ല. വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം കുട്ടികൾ ധരിച്ചിരിക്കുന്നത് കിൻഡർ ജോയ്, അൽഫാം, ഡയറി മിൽക്ക്, കിറ്റ്കാറ്റ് ആണ് വാത്സല്യമെന്ന്. വത്സം എന്ന വാക്ക് നെഞ്ച് എന്നാണ് അർത്ഥം.
നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നതാണ് വാത്സല്യം. അതുകൊണ്ട് ടച്ച്, തൊടണം, ഭാര്യയും ഭർത്താവും തൊടണം, അടുത്തിരുന്നിട്ട് തൊടണം. മക്കളുടെ മുന്നിൽ അച്ഛനും അമ്മയും പ്രേമിക്കുന്നത് കാണുന്ന കുട്ടികൾക്ക് നല്ല മനസ്സുണ്ടാവും എന്നാ പറയുന്നത്. അച്ഛനും അമ്മയും പ്രേമിക്കണം. പ്രേമം ഒരു വൃത്തികെട്ട പരിപാടിയല്ല എന്ന് മരണം വരെ പ്രേമിക്കണം. ടച്ച്, ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കണം. കണ്ണല്ലേ നമ്മുടെ പേഴ്സണാലിറ്റി. വിമാനത്താവളത്തിൽ കണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് കയറ്റൂ. കണ്ണിന്റെ വലിപ്പം നോക്കിയിട്ടല്ലേ നമുക്ക്. എൻ്റെ നാട്ടിലല്ല പേരിട്ടത്, അക്ഷി എന്ന പേര് ഉപയോഗിച്ചിട്ട്. അംബുജാക്ഷൻ അംബുജാക്ഷി, കമലാക്ഷൻ കമലാക്ഷി, പങ്കജാക്ഷൻ പങ്കജാക്ഷി, മീനാക്ഷി, മീനിനെ പോലെ പടക്കുന്ന കണ്ണുകൾ. എൻ്റെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള പേര് വിശാലാക്ഷി എന്നാണ്. വിശാലമായ കണ്ണുള്ളവൾ. വിശാലമായ കണ്ണ് സ്ത്രീകൾക്ക് സൗന്ദര്യമാണെന്ന പണ്ടേയുള്ള സങ്കല്പം. അതുകൊണ്ട് ആ പെണ്ണുങ്ങളെ വിശാലാക്ഷി. പക്ഷെ ചെറിയ കണ്ണാണ് ആണുങ്ങളെ സൗന്ദര്യം പോലും. അതുകൊണ്ട് ആണുങ്ങളെ കുഞ്ഞിക്കണ്ണെന്നും വിളിച്ചു. മനസ്സിലായോ? കുഞ്ഞിക്കണ്ണൻ. ഇതാണ് ആ കണ്ണിന്റെ വലിപ്പം. കഴിഞ്ഞ കൊല്ലം, ഞാൻ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, കഴിഞ്ഞ വർഷത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പത്രത്തിലും ചാനലിലും വന്ന വാർത്ത കണ്ണിന്റെ വലിപ്പവുമായി ബന്ധപ്പെട്ടതാ അല്ലേ? മഞ്ജു വാര്യരുടെ കണ്ണിന് അല്പം വലിപ്പം കുറഞ്ഞുകൊണ്ടല്ലേ അതിലും വലിയ കണ്ണുള്ള കാവ്യ മാധവന്റെ അടുത്തേക്ക് അവിദ്വാൻ പോയേ. ആ മഞ്ജുവോട് പറഞ്ഞു കൊടുത്തിട്ടല്ലേ പൾസർ ഉപദ്രവിച്ചത്. ആ കാര്യത്തിന്റെ പേരിലല്ലേ ഹേമ കമ്മീഷൻ ഉണ്ടായത്. അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നവരല്ലേ കേരളത്തിൽ മുഴുവൻ പല നടന്മാരുടെയും വൃത്തികേട് പുറത്തു വന്നത്, വലിയ വാർത്ത വന്നത്. ഇതെല്ലാം കണ്ണിന്റെ വിഷയ വലുപ്പ. കണ്ണിൽ നോക്കൂ, മക്കളുടെ കണ്ണിൽ നോക്കൂ, ഭാര്യയും ഭർത്താവും കണ്ണിൽ നോക്കൂ. ഇനി ഒരു കാര്യം പറയാം. മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനമ്മമാർക്ക് കഴിയാത്തതിന്റെ പേരിൽ ഇന്ത്യ കണ്ട മഹായുദ്ധം, മഹാഭാരത കഥ നമ്മളോട് പറയുന്നതാ. കുരുക്ഷേത്ര യുദ്ധത്തിന് കാരണം ധൃതരാഷ്ട്ര ജന്മനാന്തന. വിവാഹം നടത്തുമ്പോ സുബലന്റെ വിവാഹം അന്വേഷിച്ചു, സുബലന്റെ മകളെ. അന്ധനാണെന്ന് സുബലൻ മകളോട് പറഞ്ഞില്ല. കാരണം യവനന്മാരുടെ ആക്രമണം വരിക. 11 അക്ഷൗഹിണി പടയുണ്ട് ഹസ്തിനപുരത്തിൽ. ഇവരുടെ സൈന്യബലം വേണമെങ്കിൽ അവരുമായിട്ട് ബാന്ധവം വേണം. അതുകൊണ്ട് അന്ധനാണെന്ന് പറഞ്ഞാൽ ഗാന്ധാരി നിഷേധിക്കുമെന്ന് ഭയന്നിട്ട് പറഞ്ഞില്ല. വിവാഹ പന്തലിൽ കയറിയപ്പോഴാണ് ഗാന്ധാരി അറിയുന്നത് തൻ്റെ ഭർത്താവ് അന്ധനാണ്. തന്നെ പറ്റിച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രകോടി കൊണ്ട് കണ്ണ് കെട്ടി. തൻ്റെ ഭർത്താവിന് കാണാത്ത ലോകം തനിക്കും കാണണ്ടെന്ന് പറഞ്ഞു. 100 ആൺമക്കളെ പെറ്റു, 100 എണ്ണത്തിനെ പെറ്റു. ഒന്നിനെ പോലും അച്ഛനും കണ്ടില്ല, അമ്മയും കണ്ടില്ല. കണ്ടോ? ഒന്നിന്റെ കണ്ണിൽ നോക്കിയില്ല. എല്ലാം നല്ല കുട്ടികളായിരുന്നു. എന്തായിരുന്നു മൂത്തോന്റെ പേര്? കൗരവന്മാരിൽ മൂത്തോന്റെ പേരെന്താ? ദുര്യോധനൻ എന്നാണ് നിങ്ങളുടെ മനസ്സിൽ വന്നത്? അല്ല, സുയോധന എന്നാ വിളിച്ച്. സുയോധനൻ. സു എന്ന് പറഞ്ഞാൽ നല്ലതെന്ന് അർത്ഥം. അതെന്റെ പേര് സുരേഷ് ബാബു ആയതുകൊണ്ട് പറഞ്ഞല്ല. സുയോധനൻ. ആ സുയോധനൻ ദുഷിച്ച് ദുര്യോധനായി, ദുഷിച്ച് ദുശാസനായി. 100 പടഞ്ഞു മരിച്ചു. ഇവര് മരിച്ചപ്പോ ഒരുന്ന് ചിതക്ക് തീ കൊളുത്താൻ ഒന്നും ബാക്കിയായില്ല. പുത്രവിയോഗ ദുഃഖത്താൽ കാട്ടിലേക്ക് ഓടിപ്പോയിട്ട് കാട്ടുതീയിൽപ്പെട്ട് പച്ചക്ക് വെന്ത് മരിച്ചു. എന്തേ? ഒന്നിന്റെ കണ്ണിൽ അച്ഛനും നോക്കിയില്ല, അമ്മയും നോക്കിയില്ല. ഭർത്താവിന് കണ്ണ് കാണൂലേ? ഭാര്യ ഭർത്താവിന്റെ കണ്ണാവണ്ടേ? പഴയ പാട്ട് ഓർമ്മയുണ്ടോ? ഭർത്താവ് കണ്ണ് കാണാത്തവനും ഭാര്യ കണ്ണ് കാണുന്നവളും എന്താ കൂടി പാടുന്നത്? കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. അപ്പൊ ഭാര്യ എന്താ പാടിയത്? കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾക്കെല്ലാം കണ്ണുണ്ടായിട്ടും മക്കളുടെ കണ്ണിൽ നോക്കുന്നില്ല. പിന്നെ എന്തിനാ കണ്ണ്? ഐ കോണ്ടാക്ട് വേണം. അവസാനത്തെ എൻ, ജനാധിപത്യത്തിന്റെ മൂല്യമാണ് എൻ. എന്താ അത്? നോഡിങ്. സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാവണം, തലകുലുക്കണം. ഇതൊന്നും സമ്മതിക്കൂല. ഞാൻ മാത്രം ശരി. എല്ലാവരുടെയും കുറ്റം പറയല്ലേ. നമ്മുടെ വീടുകളിൽ നിന്ന് അതാരാ ഗോവിന്ദം പോകുന്നത്? ഗോവിന്ദം മഹാവൃത്തിയോട്ടോനാ. പഞ്ചായത്ത് മെമ്പർ ഒന്നിനും കൊള്ളൂല. MLA പോക്കാണ്, മന്ത്രിമാർ പോക്കാ, മുഖ്യമന്ത്രി മഹാഭീകരൻ, പ്രധാനമന്ത്രി അതിലും ഭീകരൻ. ലോകത്ത് സകലയാൾ മോശ, ഒരാളേ ഉള്ളൂ ലോകത്ത് നല്ലത്. അതാരാ? ഞാൻ മാത്രം. ഇത് കേട്ട് കേട്ട് നമ്മുടെ കുട്ടികൾ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന മനോഭാവം വളരുക. ഈ മനോഭാവം വന്നവന് ഒരാള് പറയുന്നത് കേൾക്കണ്ട. ഒരു കവിത വായിക്കാ, വേറെ ആൾ എഴുതിയ കവിത ഞാനെന്തിനു വായിക്കുന്നു? വേറെ ആൾ എഴുതിയ കഥ ഞാനെന്തിനു വായിക്കുന്നു? വായിക്കാത്തത്, യുവാക്കൾ വായിക്കാത്തതിന്റെ കാരണം അവരുടെ വൃത്തികെട്ട ഈഗോ കൊണ്ടാണ്. വായനയോടുള്ള താല്പര്യമില്ലാഞ്ഞിട്ടുള്ള ഈഗോ അവരെ സമ്മതിക്കുന്നില്ല. വേറൊരുത്തൻ എഴുതിയത് അങ്ങനെ ഞാൻ ഇരുന്ന് എൻ്റെ സമയം അങ്ങനെ കളിയില്ല, എനിക്കിതാ ഇവിടെ ഉണ്ട്, എനിക്കിവിടെ ഉണ്ട്, റീലുണ്ട്.
എനിക്കിവിടെ പലതും ഉണ്ട്. അതാണ് ഈഗോ ആണ്. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അതുകൊണ്ട് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാവുന്ന, തലകുലുക്കുന്ന, സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്. നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തികവും ശാസ്ത്ര സാങ്കേതികവുമായ വികാസത്തിന്റെ ഭാഗമായി കാവ്യം സുഗേയമായിട്ട് ഹൃദയം ദ്രവീകരിക്കുന്ന പ്രക്രിയ കുറയുന്നു. ഒരു കാല് വളരുന്നു, മറുകാലിന് പോളിയോ വന്നു. ഇതാണ് കേരളത്തിന്റെ സാംസ്കാരികമായ ബാലൻസ് തെറ്റാൻ കാരണം. എന്താ? ആരാ ഉത്തരവാദി? രക്ഷിതാക്കളും കവികളും സാംസ്കാരിക നായകന്മാരെല്ലാം ഉത്തരവാദിയാ. ഒരു ഭാഗത്ത് ഹൈടെക്നോളജിയുടെ ഭാഗമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ, ഗംഭീരമായ വീട്, ഗംഭീരമായ വസ്ത്രം, ഗംഭീരമായ ഭക്ഷണം, ഗംഭീരമായ ടോയ്ലറ്റ്, ഗംഭീരമായ മുറ്റം, ഗംഭീരമായ ഇന്റർലോക്ക്, ഗംഭീരമായ കാറ്, അതെല്ലാം വളരുന്നു. ആനുപാതികമായി ആർദ്രത വളർന്നില്ലെങ്കിൽ അത് മനുഷ്യത്വത്തിന്റെ വളർച്ചയല്ല. ആനുപാതികമായി ആർദ്രത വളരണം, കാൽപ്പനികതയും സ്വപ്നങ്ങളും വളരണം. അത് വളർത്തിയെടുക്കാൻ ഇഞ്ചക്ഷനിലൂടെ കഴിയില്ല. അത് വളർത്തിയെടുക്കാൻ ഫിസിയോതെറാപ്പിയിലൂടെ കഴിയില്ല. അത് വളർത്തിയെടുക്കാൻ ഒരേ ഒരു മാർഗം നാദവും കവിതയും ഈണവും താളവുമാണ്. അതുകൊണ്ട് കേരളത്തിന്റെ സംസ്കാരത്തെ തിരിച്ചു പിടിക്കാൻ നമുക്ക് ചങ്ങമ്പുഴയുടെ പാട്ടുകളും വയലാറിന്റെ പാട്ടുകളും മാത്രം പോരാ. നമുക്ക് എല്ലാ കഥകളും കവിതകളും വായിച്ച് പുതിയ തലമുറയിലേക്ക് അല്പാൽപമായിട്ട് ഈ ആർദ്രതയെ സന്നിവേശിപ്പിക്കുവാനുള്ള ഒരു ഭഗീരഥ പ്രയത്നമാണ് ഇന്നത്തെ സാംസ്കാരിക നായകന്മാരെല്ലാവരും ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഈ ചങ്ങമ്പുഴ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ചങ്ങമ്പുഴ മഹോത്സവ പരിപാടി പുതിയ തലമുറയിലേക്ക്, ഇവിടെ സദസ്സിൽ നോക്കുമ്പോൾ പുതിയ തലമുറയിൽപ്പെട്ടവരുടെ എണ്ണം വളരെ 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 പരിമിതമായതുകൊണ്ടാണ് ഞാനിത് പറയേണ്ടി വന്നത്. അവരിലേക്ക് അവരെ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. അവര് പോകരുത്. സംസ്കാരം പകർന്നു കൊടുക്കണം. ആ പകർന്നു കൊടുക്കാതെ എല്ലാം മോശമാണെന്ന് പറഞ്ഞിട്ട് അവരെ കൈവിടാതെ നമുക്ക് നല്ല വാക്കുകളിലൂടെ, നല്ല നാദത്തിലൂടെ, അവരെ പേടിപ്പിച്ചിട്ടൊന്നും അവരെടുക്കൂല. അവരെ നാദത്തിലൂടെ, ഈണത്തിലൂടെ, താളത്തിലൂടെ അവരുടെ ഹൃദയത്തിലേക്ക് കേരളത്തിൻ്റെ സംസ്കാരം സന്നിവേശിപ്പിക്കാൻ ഈ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കഴിയാൻ നിമിത്തമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെയൊരു മഹാസമ്മേളനത്തിൽ, ഇത്രയും വലിയൊരു പരിപാടിയിൽ, ഞാൻ നാട്ടിലെ ഒരു സാധാരണ മനുഷ്യനാണ്. ഞാൻ വലിയ സാഹിത്യകാരനോ സാംസ്കാരിക നായകനൊന്നുമല്ല. നമ്മൾ അത്യാവശ്യം നല്ല നാട്ടുവർത്തമാനം പറയുന്ന ഒരാളാണ്. അത്തരത്തിൽ പറയുന്നവർ എന്നെ വിളിച്ച് ക്ഷണിച്ചു വരുത്തിയതിന് ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം, കവിത എവിടെയെങ്കിലും DJ വെച്ച് തുള്ളുന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ സദസ്സിലുണ്ടാവും. എന്നാൽ സാഹിത്യത്തെ പറ്റി, സംഗീതത്തെ പറ്റിയിട്ടുള്ള ചർച്ചയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഈ നഗരത്തിൽ മഹാസാഗരമാണ് നാട്യപ്രധാനം, നഗരം ദരിദ്രമല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഗ്രാമത്തിൽ ഇത്ര ആളെ കിട്ടില്ല. നഗരം ദരിദ്രമല്ല, ഇവിടെ സംസ്കാരം ഏറ്റു നടക്കുന്നവരുണ്ടെന്ന് ബോധ്യമാകുന്ന ഒരു സദസ്സ്, ഇത്രയും വലിയൊരു സദസ്സ് ഇവിടെ വന്നിരുന്ന് കഴിയുന്നത് വരെ ഈ അല്പജ്ഞാനിയായ എന്നെ കേട്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ച്